പത്മപ്രിയ. പത്മയാണെങ്കിൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുറിയിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. മാഷിന്റെ അച്ഛനും അമ്മയും വന്നു പോയപ്പോൾ മുതൽ തുടങ്ങിയ ടെൻഷനായിരുന്നു പത്മയ്ക്ക്. കുഞ്ഞിന്റെ കാര്യത്തിൽ അച്ഛൻ ഇനി എന്ത് തീരുമാനമാണാവോ എടുക്കുന്നത്? അവരെന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ്. അച്ഛൻ ഇന്ന് ഇത്തിരി ദേഷ്യത്തിലായിരുന്നു. എന്തൊക്കെയായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഹരിക്കുട്ടനും ഭവ്യയും സ്കൂള് വിട്ടു വന്നപ്പോഴാണ് പത്മ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങിയത്. വൈകിട്ട് കുളിച്ച് സന്ധ്യാനാമം ചൊല്ലുമ്പോൾ അവൾ മൂകമായി പ്രാർത്ഥിച്ചത് തങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് മാത്രമായിരുന്നു. അത്താഴം കഴിക്കാനായി അമ്മ വന്ന് ഒരുപാട് വിളിച്ചു. എങ്കിലും വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. പാല് കുടിക്കുന്ന കുഞ്ഞാ, നിന്റെ വയറ്റിലേക്ക് എന്തേലും പോയാലേ ഇതിനും എന്തെങ്കിലും കിട്ടൂ. വന്നു വല്ലതും കഴിക്കു പത്മ. വിശപ്പില്ലാഞ്ഞിട്ടാണമ്മേ. നീ ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് കഴിച്ചതല്ലേ ഉള്ളൂ. വാ മോളെ, എഴുന്നേറ്റ്. വന്നോളാം, അമ്മ ചെല്ല്, അവൾ അമ്മയോട് പറഞ്ഞു. പത്മേ, എല്ലാം നിന്റെ വിവരക്കേടിന്റെ പുറത്ത് സംഭവിച്ച കാര്യങ്ങളാ. ഞങ്ങളൊക്കെ നിന്നോട് ഒരുപാട് പറഞ്ഞതാ ഇങ്ങനെയൊരു ത്യാഗം സഹിക്കേണ്ട കാര്യമില്ലെന്ന്. സഹാനുഭൂതിയും കരുണയും കൂടിപ്പോയതാ. ഇതിൻ്റെ എല്ലാം ബാക്കിയായിട്ട് ഇനി അനുഭവിക്കാൻ പോകുന്നത് ഈ കുഞ്ഞാകരുത്. അതുമാത്രമുള്ളൂ അമ്മയ്ക്ക് നിന്നോട് പറയാൻ. കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുമ്പോൾ ഗിരിജ മകളെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. എങ്ങനെയൊക്കെയോ കുറച്ച് വറ്റ് വാരി കഴിച്ച ശേഷം അവൾ കൈ കഴുകി നിന്നപ്പോഴാണ് ഹരിക്കുട്ടൻ പുസ്തകം എടുത്തുകൊണ്ട് വരുന്നത്. അവനെ പഠിപ്പിച്ചു കൊടുക്കാനായി അവൾ ഉമ്മറത്തെ അരഭിത്തിയിൽ ചെന്നിരുന്നു. ദേവോ വിളിച്ച കാര്യം കാർത്തി ആരോടും പറഞ്ഞിരുന്നില്ല. അവൾ വരുമ്പോൾ വരട്ടെ എന്നാണ് അവൻ ചിന്തിച്ചത്. കുഞ്ഞിൻ്റെ മുഖം എത്ര കണ്ടിട്ടും മതി വരാത്ത പോലെ. വീണ്ടും വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കി അവൻ കിടക്കുകയാണ്. മിഴിനീർ കണങ്ങൾ അവൻ്റെ ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങുന്നു. എൻ്റെ ഈ കണ്ണീരിന് ഒരിക്കലെങ്കിലും നീ കണക്ക് പറയും പത്മ. പറയിപ്പിക്കും നിന്നെ ഞാൻ. അത്രമേൽ അത്രമേൽ നിന്നെ സ്നേഹിച്ചതല്ലേ. എന്നിട്ട് അവസാനം എന്നോടൊരു വാക്കുപോലും പറയാതെ അവൻ്റെ നെഞ്ചകം വിങ്ങി. ഉറക്കം വരാത്ത രാത്രിയിൽ അന്നും അവൻ നിലാവിനെയും ചന്ദ്രനെയും ഒക്കെ നോക്കി വെറുതെ ടെറസിലിരുന്നു. എപ്പോഴും അവൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് തൻ്റെ പത്മയുമായുള്ള സുന്ദര നിമിഷങ്ങളായിരുന്നു. ഈ മുറിയിൽ ഇവിടെ അവളുടെ മണം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ നെഞ്ചിൽ മുഖം ചേർത്ത് ഉറങ്ങിയ പെണ്ണാണ്. എല്ലാ ദിവസവും ഉണരുമ്പോൾ ആദ്യം അവൾ തൻ്റെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം തരുമായിരുന്നു. അപ്പോഴേക്കും താൻ അവളെ തൻ്റെ കരവലയത്തിൽ ഒതുക്കും. ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവൾ പതുങ്ങിയിരിക്കും. എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് താൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർക്കും. ധനുമാസക്കുളിരിൽ അവളുടെ ചൂടേറ്റ് കിടന്ന ദിവസം കരയുകയാണോ എന്ന് ഒരു നിമിഷം താൻ ശങ്കിച്ചു. പത്മ വിളിച്ചപ്പോൾ കണ്ണുകൾ അടച്ചു കിടക്കുന്നു. പത്മ, നീ കരയുവാ? അവൻ അവളെ പിടിച്ചു കുലുക്കി. അല്ല മാഷേ, മാഷിതെന്താ വല്ല സ്വപ്നവും കണ്ടോ? ഒരു പുഞ്ചിരിയോടെ തൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. സമയം 5:30 ഉള്ളൂ. എന്തിനാ ഇത്ര നേരത്തെ എണീറ്റത്? കുറച്ച് കഴിയട്ടടോ. ഒപ്പം താനും കൂടി എണീറ്റു. കുഴപ്പമില്ല, മാഷ് കിടന്നോ, ഞാൻ താഴേക്ക് ചെന്ന് ഇത്തിരി ചായ കുടിക്കട്ടെ. മുടി മുഴുവൻ വാരിക്കെട്ടിക്കൊണ്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു. സൂക്ഷിച്ചു പോണേ, അവനപ്പോൾ വിളിച്ചു പറഞ്ഞു. കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇറുക്ക പുണർന്നുകൊണ്ട് ഓരോ മുത്തം തൻ്റെ ഇരു കവിളിലും തന്നു. എന്താടോ, എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? ഇല്ല മാഷേ, ഒരു പ്രശ്നവുമില്ല. മാഷ് പോയിട്ട് വാ. പത്മ, സത്യം പറ. ഇല്ലെന്നേ, ഒക്കെ മാഷിന്റെ തോന്നലാ. ഞാൻ ഓക്കെയാണ്. അവളുടെ വയറിന്മേൽ ഉമ്മ കൊടുത്തു. ശേഷം അവൾക്കും അതാണ് പതിവ്. ചേർത്തു പിടിച്ച് ഒന്നുകൂടി ആശ്ലേഷിച്ചു. അതിനുശേഷം കോളേജിലേക്ക് പോയി. ലഞ്ച് ബ്രേക്ക് ടൈമിലായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവളെ ഒന്ന് വിളിക്കാനായി ഫോൺ എടുത്തത്. അപ്പോഴാണ് കണ്ടത് 3 മിസ്ഡ് കോൾ. അമ്മയുടേതായിരുന്നു. ഈശ്വര, എന്താണ് ഈ നേരത്ത്? പെട്ടെന്ന് തന്നെ അമ്മയെ തിരികെ വിളിച്ചു. മോനെ കാർത്തി. അമ്മ പറഞ്ഞ ഓരോ വാക്കുകളും കേട്ട് തറഞ്ഞു നിന്നുപോയി.
കാല് പിടിച്ചു പറഞ്ഞു അവളോട് തിരികെ വരാൻ. കേട്ടില്ല. ഒരുതരം നിസ്സംഗ ഭാവമായിരുന്നു. പക്ഷേ പക്ഷെ ഒരു കാര്യം തനിക്ക് ഉറപ്പാണ്. പത്മ എത്രയൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വിചാരിച്ചാലും ശരി, താൻ 100% അവളെ മാത്രമേ തങ്ങളുടെ വിവാഹശേഷം സ്നേഹിച്ചിട്ടുള്ളൂ. ഒരു വാക്കുകൊണ്ട് പോലും, ഒരു നോക്കുകൊണ്ട് പോലും അവളെ താൻ ചതിച്ചിട്ടില്ല. എന്നിട്ടും തന്നെ മനസ്സിലാക്കാതെ അവൾ. ഓർമ്മകൾ ഒരു പേമാരി പോൽ പെയ്തിറങ്ങുകയായിരുന്നു. പിന്നീടുള്ള ഓരോ രാവിലും, കാർത്തിയേട്ടാ, ഏട്ടാ വാതി തുറന്നേ, നേരം എത്രയായിന്നോ, ഇത് എന്തൊരു കിടപ്പാ? മീനൂട്ടി വിളിച്ചപ്പോഴാണ് കാർത്തി ഉണർന്നത്. സമയം 7:30 കഴിഞ്ഞിരിക്കുന്നു. പത്മയുടെയും കുഞ്ഞിൻ്റെയും ഓർമ്മകളിൽ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും അവന് നിശ്ചയമില്ലായിരുന്നു. അതെ, താഴെ ആരൊക്കെയാണ് വന്നതെന്ന് നോക്കിക്കേട്ടാ. ആര് ആര് വന്നു എന്നാ നീ പറയുന്നത്? ഒരു നിമിഷം അവൻ്റെ ഉള്ളം തുടികൊട്ടി. അച്ഛൻ പറഞ്ഞ പോലെ പത്മയും കുഞ്ഞുമാണോ? അവൻ ഓർത്തു പോയിരുന്നു. അപ്പോഴേക്കും ദേവു ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. കളരിക്കലെ സുമചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ മുറ്റം അടിച്ചു വരുമ്പോൾ കണ്ടു വിനീതേട്ടൻ്റെ വണ്ടി വരുന്നത്. മീനു പറയുകയും അവൻ്റെ മുഖം വാടി. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, നീ ചെല്ല്. പല്ലുതേപ്പും കുളിയും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴേക്കും കണ്ടു ഉമ്മറത്തേക്ക് കയറി വരുന്ന ദേവുവിനെ. ആയാസപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. എത്ര നാളായി ഈ വഴിയൊക്കെ വന്നിട്ട്? മീനൂട്ടി, സുഖമല്ലേ? ദേവു വന്ന് മീനുവിൻ്റെ കയ്യിൽ പിടിച്ചു. സുഖം, ചേച്ചിക്കോ? ബെറ്ററായി വരുന്നു. ആ സീതമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉമ്മർ കോലായിൽ തൂണിൽ പിടിച്ചു നിൽക്കുകയാണ് സീത. നല്ല വിശേഷം മോളെ. നിനക്കോ? എല്ലാവരെയും ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി. നിന്റെ ക്ഷീണമൊക്കെ കുറഞ്ഞോ ദേവു? കാർത്തിയായിരുന്നു അത്. കുറവുണ്ടേട്ടാ. അതിരിക്കട്ടെ, പത്മയും മോളും എവിടെ? സത്യം പറഞ്ഞാലുണ്ടല്ലോ, കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നതുപോലും. ദേവു അത് പറയുകയും എല്ലാവരുടെയും മുഖം വാടി. പത്മയും കുഞ്ഞും കൂടി വീട് വരെ പോയതാണ് ദേവു. അല്പം കഴിഞ്ഞതും കാർത്തി അവളോട് പറഞ്ഞു. ആണോ? ഇനി എന്നാ തിരിച്ചു വരുന്നത്? ഒരാഴ്ച എടുക്കും. പോകും മുന്നേ നമുക്ക് കുഞ്ഞിനെ കാണാടോ. ആ ശരി കാർത്തിയേട്ടാ. മീനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ ചെന്ന് അടുക്കളയിലെ കോണിൽ കിടന്ന കസേരയിലിരുന്നു. സീത അവൾക്കായി ഒരു കപ്പ് കാപ്പിയെടുത്തു. ക്ഷീണമെല്ലാം മാറിയോ മോളെ? കുഴപ്പമില്ല. നടക്കാനൊക്കെ ഇടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം മാറും ചേച്ചി. നേരത്തെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. മീനു അവളുടെ അരികിലായി വന്നു. ദേവുവിൻ്റെ മനസ്സിൽ അപ്പോൾ വേറെ ചില സംശയങ്ങൾ മുള പൊട്ടുകയായിരുന്നു. പത്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരിലും എന്തൊക്കെയോ സങ്കടം പോലെ, എന്തോ ഒളിക്കുന്നത് പോലെ. പക്ഷേ കാരണം എന്താണ്? ഇവിടെ ആരെങ്കിലും പറയാതെ അറിയാനും കഴിയില്ല. അച്ചമ്മ എഴുന്നേറ്റില്ലേ അമ്മേ? മീനൂട്ടി ചോദിച്ചു. അമ്മയ്ക്കൊരു പനിയും കിടുകിടുപ്പും. കാലത്തെ ഞാൻ മരുന്നൊക്കെ കൊടുത്തു. അത് കഴിച്ചിട്ട് കിടന്നുറങ്ങുക. ഹോസ്പിറ്റലിൽ പോയി കാണിക്ക് സീതമ്മേ. ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. കുറഞ്ഞില്ലെങ്കിൽ പോണം ദേവു. നമുക്കെന്നാ ഇറങ്ങിയാലോ? വിനീതാണ്. എന്താപ്പോ ധൃതി? കുറച്ച് കഴിഞ്ഞു പോകാം മോളെ. ഇഡലിയും വറുത്തരച്ച സാമ്പാറുമുണ്ട്. സീത രണ്ടാളെയും നോക്കി. അതൊക്കെ പിന്നീടാവാം. ഞാൻ ഒരാഴ്ച ഉണ്ടല്ലോ ഇവിടെ. ഇടയ്ക്ക് വരാം സീതമ്മേ. കാർത്തിയും അപ്പോഴേക്ക് റെഡിയായി വന്നു കോളേജിൽ പോവാനായി. വൈകാതെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. സീത ഭർത്താവിനെ വിളിച്ചു. അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം. അയാൾ വേഗം വീട്ടിലേക്ക് വന്നു. ഒരു പ്രകാരത്തിൽ അമ്മയെ വണ്ടിയിൽ കയറ്റി ടൗണിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ വന്നു രോഗവിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് പരിശോധിച്ചു. അതിനുശേഷം രാമകൃഷ്ണനെയും ഭാര്യയെയും അകത്തേക്ക് വിളിപ്പിച്ചു. അമ്മയ്ക്ക് സീരിയസ് ആണെന്നും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാനും അയാൾ പറഞ്ഞത് കേട്ട് ഇരുവരും ഞെട്ടിപ്പോയി. ഡോക്ടർ, അമ്മയ്ക്ക് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അമ്മയ്ക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. സമയമാകുമ്പോൾ നമ്മളൊക്കെ പോകണ്ടേ? അതായിരുന്നു ഡോക്ടർ പറഞ്ഞ മറുപടി. മോനെ കാർത്തി, എനിക്കെൻ്റെ കണ്ണടയും മുന്നേ നിന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം.
വൈകുന്നേരം ഹോസ്പിറ്റലിലെത്തിയ കാർത്തിയോട് അച്ചമ്മ തൻ്റെ ആഗ്രഹം അറിയിച്ചു. അച്ചമ്മയ്ക്ക് സീരിയസ് ആണെന്നുള്ള കാര്യം അച്ഛൻ അവനോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതിൻ പ്രകാരം അവൻ നേരെ ഇവിടേക്ക് വന്നതാണ്. നീ എന്താ മോനെ ഒന്നും പറയാത്തത്? ചെന്നിട്ട് കുഞ്ഞിനെയും പത്മയും വിളിച്ചോണ്ട് വാടാ. കുഴഞ്ഞ ശബ്ദത്തിൽ അവർ അവനോട് വീണ്ടും ആവശ്യപ്പെട്ടു. കൊണ്ടുവരാ അച്ചമ്മേ. അച്ചമ്മ വിഷമിക്കാതെ കിടക്ക്. അല്പം ആലോചിച്ച ശേഷം അവൻ അവർക്ക് മറുപടി കൊടുത്തു. അത് കേട്ടതും സീതയുടെ മുഖം വിടർന്നു. ഈശ്വര, കുഞ്ഞിനെയും പത്മയും കൂട്ടി തൻ്റെ മകൻ എത്രയും പെട്ടെന്ന് തിരികെ വരണേയെന്ന് അവർ പ്രാർത്ഥിച്ചു. സമയം 5:30 കഴിഞ്ഞിരിക്കുന്നു. ഭവ്യ വരുന്നതും കാത്ത് വാതിൽക്കൽ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുകയാണ് പത്മ. ഉറക്കമൊക്കെ കഴിഞ്ഞുണർന്ന് പാലൊക്കെ കുടിച്ചിട്ട് അമ്മയുടെ തോളിൽ കിടക്കുകയാണ് കുഞ്ഞ്. ഒരു കാർ വരുന്നത് കണ്ടതും പത്മ അവിടേക്ക് നോക്കി. പെട്ടെന്ന് അവളുടെ നെഞ്ചിടിപ്പേറി. മാഷ്! കാർത്തി ഡോർ തുറന്നിറങ്ങി. പത്മ കുഞ്ഞിനെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തണച്ചു. ഉമ്മറത്തേക്ക് കയറി വന്നപാടെ